എല്ലാവർക്കും നല്ല നമസ്കാരം. ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ആ നാട്ടുകാരുടെ വികസനം കൂടി ആകുമ്പോഴാണ് അതിനൊരു പൂർണ്ണത വരുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്ന ചാലക്കുടി നഗരസഭ 34-ാം വാർഡ് ഉറുമ്പൻകുന്നിലാണ്. ഈ ഉറുമ്പൻകുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതിയാണ് ആദരണീയനായിട്ടുള്ള ചാലക്കുടി നഗരസഭ മുൻ കൗൺസിലർ പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന ശ്രീധരേട്ടൻ്റെ പേരിലുള്ള ഈ കമ്മ്യൂണിറ്റി ഹാൾ. നമുക്കറിയാം, ഈ ഉറുമ്പൻകുന്നിൽ സാധാരണക്കാരായ ആളുകൾ ഈ കമ്മ്യൂണിറ്റി ഹാളിനെ ഒരുപാട് ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹാളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഡൈനിങ് ഹാൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചു. 2 വർഷം മുൻപാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പക്ഷേ ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല. ഇതിൽ ഇവിടുത്തെ ജനപ്രതിനിധി കെ സുനോജ് അടക്കമുള്ള ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കാലഘട്ടത്തിൽ ചാലക്കുടി നഗരസഭയുടെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന അവർ കാണിച്ച ഈ അമിതമായിട്ടുള്ള പെർഫെക്ഷൻ പല കാര്യങ്ങളിലും ഈ വർക്കുകൾ നീണ്ടുപോയി. പല സംഭവങ്ങളിലും വ്യക്തമായിട്ടുള്ള ധാരണയില്ലാത്ത രീതിയിലുള്ള ഇടപെടലുകൾ നടന്നു. ഇതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നീണ്ടുപോയി. ഇതിൻ്റെ ഇടയിലാണ് ഇവർക്ക് ഇപ്പോൾ സ്ഥലമാറ്റം കിട്ടിപ്പോയത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല വർക്കുകളും ഇവിടെ നടന്നത് ഫയൽ എൻ്റർ ചെയ്തിട്ടില്ല, കരാറുകാരന് പണം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയാണെങ്കിൽ ഇലക്ട്രിഫിക്കേഷൻ ഉണ്ട്, ഹാൻഡ് റെയിൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വയ്ക്കാനുണ്ട്. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ബാക്കി കിടക്കുന്നു. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴയ തന്നെ വിചാരിക്കണം. പുതിയ അത് ചെയ്യണമെങ്കിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ സേവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഡോക്ടർമാർ, അഭിഭാഷകർ, അങ്ങനെ പല മേഖലകളുള്ളൂ. പക്ഷേ ചില ഉദ്യോഗസ്ഥർ നമ്മൾ അവരുടെ കാര്യം പറഞ്ഞാൽ ഞാൻ അഴിമതിക്കാരിയല്ല, ഞാൻ അഴിമതിക്കാരിയല്ല, അതിന് വേണ്ടിയിട്ട് ജനം ദുരിതം അനുഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മഹാ കഷ്ടമാണ്. ഇപ്പോൾ ഈ ശ്രീധരൻ്റെ പേര് വരേണ്ട ഈ ഹാള്, ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായിട്ട് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക പ്രശ്നങ്ങളുണ്ടോ? ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ വളരെ സുതാര്യമായിട്ടും വളരെ പെട്ടെന്നും നടത്തേണ്ട കാര്യങ്ങളെല്ലാം നീട്ടിവലിച്ച് ഇതിപ്പോൾ പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുകയാണ്. നമ്മോടൊപ്പം ഈ വാർഡിലെ കൗൺസിലർ കെ സുനോജനുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് വിഷയം എന്നുള്ളത്. ഈ ചാലക്കുടി നഗരസഭയിലെ ഏറ്റവും പിന്നോക്ക പ്രദേശങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ഉറുമ്പൂന്ന് പ്രദേശം. പ്രത്യേകിച്ചും പട്ടികജാതിക്കാരായുള്ള സാധാരണ ജനങ്ങളും മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ സാധാരണക്കാര ജനങ്ങൾക്ക് കൂടുതൽ പാർക്കുന്ന ഒരു സ്ഥലമാണ് ഉറുമ്പൂന്ന്. ഇതിൻ്റെ ഈ ഉറുമ്പൂന്നിലെ ഒരു കോളനിക്കകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സഹായമുള്ളൊരു സ്ഥാപനം നമ്മുടെ ഉറുമ്പൂന്ന് കമ്മിറ്റിയാണ്. ഇതിനൊരു വിപുലീകരിക്കുന്ന ഭാഗമായിട്ടാണ് ഇതിനെ ഡൈനിങ് ഹാൾ പുതിയായിട്ട് പണിയായിട്ട് തീരുമാനിച്ചത്. അതിൻ്റെ സ്ഥലത്ത് ഫണ്ടും ലഭിച്ചു, പണിയും തുടങ്ങി. പക്ഷേ നമ്മുടെ നിർഭാഗ്യവശാലാണ് ആ സമയത്താണ് നമ്മുടെ ഉദ്യോഗസ്ഥർ മാറുന്ന ഇതിലേക്ക് ഒരു എ ഒന്ന് ചാർജ് എടുത്തത്. നല്ല സുന്ദരിക്കായിരുന്നു, നല്ല കാണാനൊക്കെ ഭംഗിയിട്ട് സംസാരിക്കാനൊക്കെ നല്ല മിടുക്കിയാണ്. പക്ഷേ അന്ന് വെച്ച ആ പദ്ധതി പണി എനിക്ക് നടന്നപ്പോഴാണ് മനസ്സിലായത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പണിയെക്കുറിച്ചില്ല എന്ന് മനസ്സിലായത്. നമ്മൾ കുറേ നമ്മുടെ അനുഭവങ്ങൾ പറയും, നമ്മുടെ കാര്യങ്ങൾ പറയും. അതിന് ചിലപ്പോൾ ആൾ ചെറുത്ത് കേൾക്കാൻ തയ്യാറാവും, ചിലപ്പോൾ കേൾക്കില്ല. ആളുടെ രീതിയിലേക്ക് ഒരു പിടിവാശിക്ക് കൂടുതലും പോകും ചെയ്യും. ആ രീതിയിൽ പണി തുടങ്ങി. സൊസൈറ്റിയാണ് എടുത്തത്. സൊസൈറ്റിക്കാരടുത്ത് അവർ പണി തുടങ്ങി. പണി വർക്ക് അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ റൂം സ്റ്റാഫ് കഴിഞ്ഞിട്ടാണ് പഴയ പോയിട്ട് പുതിയ വന്നു. അതിനുശേഷം ഉണ്ടായിരുന്ന വർക്കുകളെന്ന് വെച്ചാൽ വിൻഡോ ഫിറ്റ് ചെയ്യുക, പ്ലാസ്റ്റിങ് നടത്തുക, അല്ലെങ്കിൽ ഫ്ലോറിങ് നടത്താൻ ഉണ്ടായുള്ളൂ. ആ വർക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ ഏക്കുള്ള പിടിവാശികൾ എന്ന് പറഞ്ഞാൽ ആളുടെ രീതിയിലേക്ക് എല്ലാം ചെയ്യണം. ചെയ്തിട്ട് കുഴപ്പമില്ല, നമുക്ക് വിഷയമുള്ള കേസല്ല. പക്ഷേ പണി നടക്കില്ല. ആദ്യം തന്നെ ഇതിൻ്റെ ടൈലന്ന് നമുക്ക് എസ്റ്റിമേറ്റ് പ്രകാരം 2 ടൈലുള്ളത്. കരാറുകാരൻ ആൾക്ക് സംസാരിച്ച് പറഞ്ഞു 2 കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ കാലത്ത് ഇത്തിരി മോശമാണ്, നമുക്ക് വലുതിടാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒതുങ്ങുന്ന റേറ്റിലുള്ള ഒരു 4-2 ടൈൽ ഇവിടെ ഇറക്കി. അത് ഇടാൻ സമ്മതിച്ചില്ല. കാരണം പറഞ്ഞതെന്ന് വെച്ചാൽ ടൈൽ എടുക്കാൻ പോയി വിളിച്ചില്ല. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. കാരണം എന്തോ ചില പരിപാടി ഉണ്ട് തോന്നേ. പല കടകളിലും ആൾ പറഞ്ഞ കടകളിൽ നിന്ന് ടൈൽ എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആൾ വന്ന് എടുക്കണം, കുഴപ്പമില്ല. ചിലപ്പോൾ ആൾ പറഞ്ഞ കമ്മീഷൻ എടുത്തൊക്കെ മേടിച്ചോട്ടെ, കുഴപ്പമുള്ള കേസല്ല. പക്ഷേ നമുക്ക് നമ്മുടെ സൗകര്യത്തിൽ ടൈൽ ഇടണ്ടേ? ആ ടൈല് 4-2 ടൈൽ അവർ ഇറക്കിയിരുന്നു. ഇറക്കിയത് ഇടാൻ ആൾ സമ്മതിക്കാതെ ഒരു കൊല്ലം നമ്മുടെ ഇവിടുത്തെ കളഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കരാറുകാരൻ പറഞ്ഞു ഞങ്ങൾക്ക് ഫയൽ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. സ്വഭാവം ഞങ്ങൾക്ക് എസ്റ്റിമേറ്റുള്ള ഫയൽ ആ റേറ്റ് പ്രകാരമുള്ള 2 ടൈൽ ഇടാം, അല്ലാണ്ട് ഇടാൻ പറ്റില്ല. അവസാനം നമ്മുടെ നിവൃത്തിയോടുണ്ട് ആ 2 ടൈൽ തന്നെ ഇട്ട് പണി അവസാനിപ്പിച്ചത്. 2 ടൈൽ പണി അവസാനിപ്പിച്ചു. അവരെ പണി ഒരു ഭാഗ്യമായിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണാം ഇവിടെ ഗ്ലാസ് ഒക്കെ വിട്ടിട്ടുണ്ട്. ആ മാർച്ച് മാസം 28-ാം തീയതിക്കാണ് ഫിക്സ് ചെയ്തത്. പക്ഷേ ആ ഗ്ലാസ് ഫിക്സ് ചെയ്തത് യുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞിട്ട് ഫിക്സ് ചെയ്തതാണ് ഈ ഗ്ലാസുകൾ. കാരണം ആൾ വന്ന് നോക്കിയിട്ടാണ് ആളുടെ ഡിസൈൻ പ്രകാരമാണ് നമ്മൾ മുകളിൽ സ്ലൈഡ് വിൻഡോ ഒക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആൾ ഫിക്സ്ഡ് വിൻഡോ ആക്കി. ഓക്കെ, നമ്മൾക്ക് എന്തായാലും പോട്ടെ, ആ പണി കഴിഞ്ഞിട്ട് ഫിക്സ്ഡ് വിൻഡോ ആക്കി. പക്ഷേ ഇതൊക്കെ ഫിക്സ് ചെയ്തിട്ടും അപ്പോൾ അവസാനം ആൾ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞപ്പോൾ ഈ കരാരോട് പറയുന്നത് ഇത് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ബില്ല് തരാൻ പറ്റില്ല, ഞാൻ കാശ് തരില്ല, വേണമെന്ന് കൗൺസിലർ മേടിച്ചോളാം. ഒരു പറഞ്ഞാണ് കേട്ടോ. ചോദിച്ച് നിർത്തി പണിപ്പിച്ചാണ്. അതങ്ങനെ കിടക്കുന്നു. അപ്പോൾ അവർക്ക് സംബന്ധിച്ച് അത് പണി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതിൻ്റെ ബാക്കിൽ ഈ പണി ഈ ബില്ലിംഗ് പണി തുടങ്ങുന്ന സമയത്ത് ബാക്കിൽ ഒരു വേസ്റ്റ് ഇട്ട് പണിതുണ്ടായിരുന്നു. വേസ്റ്റ് ഇട്ട് പണിത ഫസ്റ്റ് പണിതാണ്. ഇപ്പോൾ ഒരു പോയി കഴിഞ്ഞപ്പോൾ പറയുന്നത് ഇതുവരെ ആ മെഷർമെൻ്റ് അതിൽ ചെയ്തിട്ടില്ല. കരാറ് കാശിട്ടുള്ളൂ. ഒരു സൊസൈറ്റിക്കാരൻ പണിയെടുത്ത് ഞാൻ കാശിട്ടുള്ളൂ. ആൾ പറഞ്ഞു ഞാനിത് കണ്ടിട്ടില്ല, ഞാൻ അറിയില്ല എന്ന്. കാരണം ആളിവിടുന്ന് ഇവിടെ ഓരോ വർക്ക് നടത്തുമ്പോഴും വന്ന് മെഷർമെൻറ്റ് നോക്കാണ്ടോ അല്ലെങ്കിൽ കണ്ട് ബോധ്യപ്പെടാണ്ടോ ഇവിടെ വർക്ക് നടന്നിട്ടില്ല. കാരണം അത്രയ്ക്ക്
എന്താ പറയാ, പണ്ട് പുണ്യാളുടെ കഥ പറയും, തൊട്ട അറിഞ്ഞാൽ മാത്രമാണ് വിശ്വസിക്കുള്ളൂ. അതിലപ്പുറമാണ് തൊട്ടും കണ്ടും തൊട്ട് നോക്കിയാൽ രുചി പറഞ്ഞാലാണ് ഇത് ബില്ല് എഴുതുള്ളൂ. അങ്ങനെ ചെയ്തൊരു എ ആ ബില്ല് എഴുതി കൊടുത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഈ മതിലുകൾ കാണാം, അതിൽ എയും അന്നത്തെ ഓർച്ചറും ഡിസൈൻ പ്രകാരം ചെയ്താണ്. ഞാൻ കൈ കടത്തിട്ടില്ല, അത് തന്നെ കേട്. അന്ന് അവർ വന്ന് ഇവിടെ വയറിടലും പരിപാടിക്ക് ഉണ്ടായിരുന്നു. ഡേറ്റ് കൗൺസിൽ മേടിച്ചിട്ട് ഞങ്ങൾ ചെയ്യാം. അന്ന് ഈ പറഞ്ഞ ISI ഉള്ള വേണം, ISI ഒക്കെ ചെയ്യണം, ഒക്കെ ചെയ്തൊക്കെ ഫോട്ടോ എടുത്ത് ക്ലിയറായി ചെയ്തു പോയി. ഇപ്പോൾ പറയണത് കാശ് കൊടുത്തില്ല മാത്രമല്ല, അതിന് കാശ് കൗൺസിലർ മേടിച്ചോളാം. ഇതൊക്കെ മേടിച്ചിട്ട്, അതായത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ കുഴപ്പമില്ല. അത് ചെയ്യാത്ത കാര്യങ്ങൾ അത് ചെയ്യിക്കുക, എന്നിട്ട് അത് മറ്റുള്ള തലയിൽ ഇട്ട് കൊടുക്കുക. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇവിടെ റൂഫ് വാങ്ങിയത്. ഈ റൂഫ് പ്രകാരം അന്ന് ഇവിടെ ബലം പിടിച്ച് പറഞ്ഞാലും ഒരു കുറെ തർക്കമുണ്ടായി. ഈ ഡ്രസ്സ് ഈ റൂഫിൻ്റെ അടിയിൽ മേയാണ് ആൾ തീരുമാനിച്ചത്. ഞാൻ അന്ന് ബലം പിടിച്ച് ആൾ പറഞ്ഞു ഞാൻ തർക്കമായി, അങ്ങനെ മേയണ്ട, ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപകാരം, നമുക്ക് വെറുതെ പട്ടിക്കൂട് പണിയാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റിയുടെ ഫ്രണ്ട് ഭാഗം കിറ്റ് വയനാണ്. അന്ന് വളരെ തർക്കത്തിനൊടിയിലാണ് മുകളിൽ മേഞ്ഞത്. മുകളിൽ മേഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് നന്നായി പറഞ്ഞു. അത് അത്രയ്ക്ക് വിവരമില്ലാത്തൊരു ഏരിയയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. 2 കൊല്ലം ഞങ്ങൾ കളഞ്ഞ ഏരിയാണത്. ഇനി നിരവധിയായ പ്രശ്നങ്ങൾ ഇപ്പോഴും തീർക്കാൻ വേണ്ടിയിട്ടില്ല. ഇപ്പോൾ ആ 2 കരാറുകാരുടെ വർക്ക് എടുത്ത് 2 കൊല്ലമായി. 22, 23 വർക്ക്, 23, 24 വർക്ക്, 2 കൊല്ലത്തെ വർക്ക് സ്പില്ലോറായിട്ട് എടുക്കുക. പൂർത്തിയറിയാൻ കഴിയുന്നില്ല. എയുടെ അറിവുകൾ, എന്താ പറയുക, എയുടെ ഈഗോ. ഇപ്പം എല്ലാവരും ഇവിടെ കുറച്ച് നാൾ സമരം നടത്തി ഇത്ര എന്താ പറയുക, ഈ കേരള സംസ്ഥാനത്തിനകത്തെ നഗരസഭാ വിഭാഗത്തിൽ അല്ലെങ്കിൽ പണിയെടുക്കുന്ന ജാൻസി റാണി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം വെച്ചാൽ അഴിമതിക്കെതിരെയുള്ള കുരിശ് പോരാട്ടം എന്ന് പറയുകയാണെങ്കിൽ. പക്ഷെ ആളുടെ നിലപാടെന്ന് പറഞ്ഞാൽ, ഞാൻ ഫേസ്ബുക്കിൽ ഒരുപാട് പേരെ വാർത്തകൾ കണ്ടിരുന്നു. പക്ഷേ ആളുടെ നിലപാടെന്ന് പറഞ്ഞാൽ ആള് മാത്രം അഴിമതിക്കാരില്ല, ബാക്കി കൂടെ നിൽക്കുന്ന എല്ലാവരും അഴിമതിക്കാരെന്ന നിലപാടാണ് എത്തിയിരുന്നത്. ഹോളിന് ഇനിയിപ്പോ നിർമ്മാണ പ്രവർത്തനം എന്തായാലും പൂർത്തിയാവാനുണ്ട്. ഈ ഒരു ഗാർഡനത്തിലേക്ക് പോകണമെങ്കിൽ എന്താണ് അതിന്റെ തടസ്സം? ഇതിലിപ്പോ ഇതിനോട് ചേർന്നൊരു മുകളിലേക്ക് സ്റ്റെയർ ഉണ്ടായിരുന്നു. സ്റ്റെയറിന്റെ ഭാഗം പണിത് അവിടെ ഷീറ്റ് മെയിനായിരുന്നു. എന്നാൽ അവിടെ വെള്ളം വീഴാണ്ടിരിക്കില്ലായിരുന്നു. അപ്പോൾ സ്റ്റെയർ പഴയ എസ്റ്റിമേറ്റ് പ്രകാരം സിംഗിൾ സ്റ്റെയർ പില്ലറുമായിരുന്നു സ്റ്റെയർ ഡിസൈൻ ചെയ്തിരുന്നത്. എനിക്ക് അത് കണ്ടിട്ട് അതിന് സ്ട്രെങ്ത് പോരാ, ആ സിംഗിൾ പില്ലറുമായി സ്റ്റെയർ നിൽക്കില്ല, അതുകൊണ്ട് അവിടെ സ്റ്റെയർ പണിയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഒന്നും മെട്രോ പണിയാനോ അല്ലെങ്കിൽ ഹൈവേ ഫ്ലൈ ഓവർ പണിയാനോ പോയി നിൽക്കരുത്. കാരണം വെച്ചാൽ അതൊക്കെ സിംഗിൾ പില്ലർ പണിയണേ. എങ്ങനെ പോയിക്കണമെങ്കിൽ ആ റോഡ് മുഴുവൻ പില്ലറായിട്ട്, എന്താ പറയുക, ഒരു റോഡിന് 4 പില്ലർ വേറെ കൂടെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയുള്ള വന്നാൽ ഞങ്ങൾക്ക് അവിടെ പണിയാൻ പറ്റില്ല. അത് ഇപ്പോഴും അവിടെ കിടക്കുക. ഞാൻ അവിടെ ഷീറ്റ് പയ്യാൻ പറഞ്ഞു അന്ന് ആ വെള്ളം വീഴാതിരിക്കാൻ. അത് നടന്നില്ല. ഇനിയിപ്പോൾ ഇത് ഉദ്ഘാടനത്തിൽ പോകുന്നുണ്ടെങ്കിൽ രണ്ട് വർക്കുകൾ കഴിഞ്ഞ 2 വർക്കുകൾ പില്ലർ വർക്കുകൾ പൂർത്തീകരിച്ച് ഫയൽ ക്ലോസ് ചെയ്യണം. ഫയൽ ക്ലോസ് ചെയ്തവരെ കഴിഞ്ഞിട്ടില്ല. ഇനി പുതിയ വന്നിട്ടുണ്ട്. പുതിയ ഇതിനെ എത്ര അധികം കയറി ചെയ്ത് എഴുതുന്ന അറിയില്ല. ഇപ്പോൾ പുതിയ പറഞ്ഞ് ഈ ഗ്ലാസ് ഒക്കെ അടിച്ച് ഫിറ്റ് ചെയ്യണം, 2ാമത് അടിച്ച് ഫിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. അല്ലാതെ ഈ പഴയ ഈയുടെ കാലത്ത് ഫിക്സ് ചെയ്ത സാധനം ഈ വരുമ്പോൾ വീണ്ടും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ബില്ല് എഴുതാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പറഞ്ഞാൽ അവർ പറഞ്ഞു അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. അപ്പോൾ 2ാമത് അടിച്ചത് ഫിറ്റ് ചെയ്താലാണ് അവർക്ക് പൈസ കിട്ടുള്ളൂ. സാങ്കേതികത പറയുമ്പോൾ എല്ലാം പറയണല്ലോ. നിയമം അവർ പുതിയൊരു കിട്ടിയ സാധാരണക്കാരായ ജനങ്ങള് ഇവിടെ എത്രയധികം പേര് വീടുകൾ നമ്മൾ കണ്ടിട്ട് നടക്കുന്നുണ്ട്. എത്രയും പേര് വീടിനന്ന് പെർമിറ്റ് കൊടുക്കാണ്ട് പോയി. ഇനി സാധാരണക്കാരുടെ ആധാർ കാർഡ് ടോപ്പ് ഇടാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റാത്ത ഏരിയയിലായിരുന്നു. എനിക്ക് കിട്ടിയൊരു പണിയായിട്ട് ഞാൻ കാണുന്നില്ല. ഈ നാട്ടിൽ മുഴുവൻ ഞാൻ കിട്ടിയൊരു പണിയായിരുന്നു. ഈ ഹോളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കി പൂർത്തീകരിക്കാനായിട്ട് എന്തെങ്കിലും സാധിക്കുമോ? നമ്മളിപ്പോൾ വീണ്ടും ഫണ്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇലക്ട്രിഫിക്കേഷൻ തീർക്കാനുണ്ട്. ബാക്കിയുള്ള ഫണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, 10 ലക്ഷം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നിലവിലുള്ള ഈ പ്രവർത്തനങ്ങൾ അത് ഫയൽ ക്ലോസ് ചെയ്യാതെ നമുക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഫയൽ ക്ലോസ് ചെയ്തിട്ടല്ല, നിരവധിയായിട്ടുള്ള ഇതിലെ മെഷർമെന്റ്സ് അവർക്ക് എൻട്രി ചെയ്യാണ്ട് പോയാണ്. എൻട്രി ചെയ്തില്ല. കാരണം ആളുടെ കാലയളവ് ചിരിച്ച പ്രവൃത്തികൾ ആള് വന്ന് കണ്ട് തൊട്ടറിഞ്ഞ് രുചിച്ച് നോക്കി ചെയ്ത പണികൾ, ആ പണികൾ എഴുതാണ്ടേ പോയാണ്. പുതിയ എഴുതാനുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് കരാറുകാരൻ്റെ നിരവധി പൈസ നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. കരാറുകാരൻ്റെ പൈസ നഷ്ടപ്പെടുന്ന മാത്രമല്ല, ഫയൽ ക്ലോസ് ചെയ്തില്ലെങ്കിൽ നമുക്കിത് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയാത്ത അവസ്ഥ നിൽക്കുന്നത്. ഇത് എങ്ങനെ പൂർത്തീകരിക്കണം എന്നുള്ളത്, എന്താ പറയുക, ഞങ്ങൾ ജനാധിപത്യമാണ് ഇവിടെ ഭരിക്കണമെന്നുണ്ടെങ്കിലും അതിൽ ചില ആളുകൾ ഇങ്ങനെ നാടിനും അല്ലെങ്കിൽ ജനങ്ങൾക്കും ഉപകാരമില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദരണീയനായിട്ടുള്ള ശ്രീധരൻ്റെ പേരിലുള്ള ഈ കമ്മ്യൂണിറ്റി ഹാള് അതിന്ന് പൂർണ്ണമായിട്ടും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം കഴിയുമെന്ന് യാതൊരു പിടിപാടുമില്ല. കൗൺസിലറായിട്ടുള്ള KS സുനോജ് ഇത് എവിടെയെങ്കിലും എത്തിക്കാനായിട്ടുള്ളൊരു നെട്ടോട്ടം ഓടുകയാണ്. ഇതിപ്പോൾ വേറൊരു കാര്യം കൂടി അറിയാൻ സാധിച്ചത്, ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ചാലക്കുടി റീജിയണൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അവർ ഹൈക്കോടതിയിൽ കേസിന് പോയിട്ടുണ്ട്. കാരണം അവരുടെ ബില്ലുകളൊന്നും മെഷർമെൻറ്റ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ചെയ്ത ജോലികളുടെ ബില്ലുകളൊന്നും പാസ്സായിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ ഹൈക്കോടതിയിൽ കേസിന് പോയിരിക്കുകയാണ്. AE AXC ഉൾപ്പെടെയുള്ള ആളുകളെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, പ്രത്യേകിച്ച് ഉറുമ്പങ്കുന്ന് പോലുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം, അവിടെയുള്ള ആളുകളൊക്കെ സാധാരണക്കാരായ ആളുകളാണ്. അവർക്ക് വളരെയധികം സഹായമാകുന്ന അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ആ കമ്മ്യൂണിറ്റി ഹാളിന് വളരെയധികം സ്ഥാനമുണ്ട്. അതിപ്പോൾ ശ്രീധരേട്ടൻ്റെ പേരിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഹാളായിട്ട് വരാൻ പോകുന്നു. പക്ഷെ അത് എന്ന് ശ്രീധരേട്ടൻ്റെ പേരിൽ ആ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം പൂർത്തിയാകുമെന്നുള്ളത്
യാതൊരു പിടിപാടുമില്ല. ഇതിന്റെ എല്ലാം പൂർണ്ണമായ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥരുടെ ഒരു കെടുകാര്യസ്ഥതയാണ്. ജനാധിപത്യത്തിന് മേലെ ഈ ഉദ്യോഗസ്ഥ ബ്യൂറോക്രസി അവരുടെ കൊടി പാറിയതിന്റെ ഭാവി ഭവിഷ്യത്താണ് ഈ ഉറുമങ്കുന്നിലെ ജനം അനുഭവിക്കുന്നത്. എന്തായിരുന്നാലും എന്തെങ്കിലും സാധ്യതകളോ മറ്റു സംഭവങ്ങളോ ഉണ്ടെങ്കിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള ഇടപെടലുകളിലേക്ക് സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഉടനെ തന്നെ ചെയ്ത്, ഇത് ഏറ്റവും സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് ഉറുമങ്കുന്ന്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ കമ്മ്യൂണിറ്റി ഹാളിന്റെ പണി പൂർത്തിയാക്കാൻ ഇടപെടണമെന്നാണ് ജെഫേസിന് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.